അപ്പോഴാണ് ആ ഈമാനിന്റെ ആസ്വാദനം നമുക്ക് സാധിക്കും. റിസ്കിന്റെ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പലപ്പോഴും നമ്മൾ റിസ്കിന്റെ വിഷയത്തിൽ ഒന്നുകിൽ നമ്മുടെ ജോലിയിലായിരിക്കും നമ്മൾ അവലംബിക്കുക, ഒന്നുകിൽ ജോലിയിലായിരിക്കും, അല്ലെങ്കിൽ വയസ്സായ ആളുകളാണെങ്കിൽ അവരുടെ മക്കളിലായിരിക്കും എന്ത് ചെയ്യുക, റിസ്കിന്റെ വിഷയത്തിൽ അവലംബിക്കുക. അത് നഷ്ടപ്പെട്ടാലോ, അത് നഷ്ടപ്പെട്ട വല്ലാത്ത ബേജാറായിരിക്കും നമുക്ക്. നമ്മുടെ എല്ലാ അവലംബവും ആ കാരണത്തിന്റെ മേലാണ്. ഒരിക്കലും കാരണത്തിന്റെ മേൽ എന്ത് ചെയ്യാൻ പറ്റൂല, അവലംബമാക്കാൻ പറ്റൂല എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം റാസിക്കാര അല്ലാഹു. അതിനൊരു കാരണം മാത്രമാണ് നമ്മുടെ ജോലി, അതിനൊരു കാരണം മാത്രമാണ് നമ്മുടെ ജോലി. ജോലി പോയാത്ത കാലം ചെയ്യും, വേറെ മാർഗം വല്ലതും തരും, കാരണം റാസിക്കാര അല്ലാഹുവാണ്. അതല്ലാതെ ഈ ജോലി നഷ്ടപ്പെടുമ്പോൾ നമ്മൾ തൂക്കുകയറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹു റാസിക്കാണ് എന്ന വിശ്വാസം ഇവിടെ പോയി. അള്ളാഹുവാണ് റാസിക്ക് എങ്കിൽ എന്ത് പ്രയാസം ഉണ്ടായാലും അവന്റെ ബാങ്ക് അക്കൗണ്ടിൽ മൈനസ് വന്നാലും 0 ആയാലും അവനക്കൊരു വിഷമില്ല. കാരണം എന്താ, അള്ളാഹു രേഖപ്പെടുത്തിയത് തിന്നാതെ എന്തെങ്കിലും ദുനിയാവിൽ നിന്ന് പോകൂല എന്നുള്ളതാണ്. അള്ളാഹു രേഖപ്പെടുത്തപ്പെട്ട ഒന്നും തിന്നാതെ ഈ ദുനിയാവിൽ നിന്ന് പോകൂല എന്ന് ഉറപ്പാണ്. അള്ളാഹു റാസിക്കാണെന്ന് ഉറപ്പാണ്. അള്ളാഹുവിന്റെ രചനാവ് തീരൂല എന്ന് ഉറപ്പാണ്. അള്ളാഹുടെ ചെയ്താൽ മതി, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ കാരണങ്ങളുമായി ഒരിക്കലും ഒരു മനുഷ്യൻ അതിനെ അവലംബിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. എന്നാ കാരണങ്ങൾ സ്വീകരിക്കണം എന്ന് വെച്ചാലോ, കാരണം സ്വീകരിക്കണം, വീട്ടിലിരുന്നാൽ എന്തെങ്കിലും റിസ്ക് വരില്ല, റിസ്കിനെ തേടി പോകണം. പക്ഷേ ആ റിസ്കിനെ തേടി പോകുന്ന സന്ദർഭത്തിലെല്ലാം നമ്മുടെ അവലംബം ആര് തന്നെ ആയിരിക്കണം, അള്ളാഹു തന്നെ ആയിരിക്കണം. അപ്പോഴാണ് ആ ഈമാനിന്റെ ആസ്വാദനം നമുക്ക് നുകരാൻ സാധിക്കും.